പൃഥ്വിരാജ് നായകനായി ഇന്ന് വന്ന വിലായത്ത് ബുദ്ധ FDFS തന്നെ കണ്ടു. 3 മണിക്കൂറോളം ദൈർഘ്യം വരുന്ന എല്ലാ രീതിയിലും വലിയ സിനിമയാണിത്. മറയൂരിൽ നടക്കുന്ന കഥയിൽ കാടും നാടും തിരഞ്ഞെടുപ്പും രാഷ്ട്രീയവും പിന്നെ മെയിനായി ചന്ദനവും ഘടകങ്ങളായി വരുന്നു. ഒരു പ്രത്യേകതരം വലിയ വിലപിടിപ്പുള്ള ചന്ദനമായ വിലായത്ത് ബുദ്ധ എന്ന ടൈറ്റിലാണ് സിനിമയ്ക്ക് നൽകിയിരിക്കുന്നതും. തൻ്റെ വീട്ടുമുറ്റത്തുള്ള ബുദ്ധയെ പ്രത്യേക ആവശ്യത്തിനായി കാത്തു സൂക്ഷിക്കുന്ന പെൻഷൻ പറ്റിയ അധ്യാപകനും നാട്ടിലെ പ്രമുഖനുമായ ഭാസ്കരൻ മാഷായി ഷമി തിലകൻ തൻ്റെ കരിയറിൽ ഇതുവരെ കാണാത്ത പ്രകടനം തന്നു. ചന്ദന ബിസിനസ്സുമായി ജീവിക്കുന്ന ഡബിൾ മോഹൻ എന്ന നായക കഥാപാത്രത്തെ ഒരു ഡാർക്ക് ഷെയ്ഡോടുകൂടി പൃഥ്വിരാജും ഗംഭീരമാക്കി. ഒന്നാം പകുതിയിൽ രോമാഞ്ചം ഉണ്ടാക്കുന്ന തരത്തിലുള്ള മാസ് ആക്ഷൻ രംഗങ്ങൾ ഉള്ള പടത്തിൻ്റെ രണ്ടാം പകുതി കുറച്ചു വേഗത കുറഞ്ഞ പോലെ ഫീൽ ചെയ്തു. രണ്ടു മനുഷ്യർ തമ്മിലുള്ള ഈഗോയും ഒരിക്കൽ വന്ന ചീത്തപ്പേരുമാറ്റാൻ ശ്രമിക്കുന്ന നായികയും ഭാസ്കരൻ മാഷും ആദിവാസി ഊരായ മലയിലേക്കുള്ള വഴിപ്രശ്നവും വോട്ട് ബാങ്ക് രാഷ്ട്രീയവും ഒക്കെ വിലായത്ത് ബുദ്ധയിൽ മറ്റു ഘടകങ്ങളായും വരുന്നുണ്ട്. സുരാജും അനുമോഹനും ധ്രുവനും പ്രിയംവദയും ഒക്കെ നന്നായി പെർഫോം ചെയ്തു. കിടിലൻ ഒന്നാം പകുതിയും തരക്കേടില്ലാത്ത രണ്ടാം പകുതിയും പ്രതീക്ഷിക്കാത്ത തരം ഒരു ക്ലൈമാക്സും ഉള്ള വിലായത്ത് ബുദ്ധ കണ്ടിരിക്കാൻ പറ്റുന്ന ശരാശരിക്കും മുകളിൽ നിൽക്കുന്ന നല്ല സിനിമയാകുന്നു.